ഹായ് എവരിവൺ, IMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. IMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. IMS ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾക്കായി IMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുക. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ PG ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഗസറ്റഡ് റാങ്കിലുള്ള ഗവൺമെൻറ് ജോലി നിങ്ങളെ കാത്തിരിക്കുകയാണ്. റിസർച്ച് ഓഫീസർ എന്നുള്ള ഗസറ്റഡ് റാങ്കിലുള്ള ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി IMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നാളുകളിൽ കോച്ചിങ് ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ പ്രൊസീജിയർ നടന്നു വരുന്ന ഈ കോച്ചിങ്ങിൽ റെക്കോർഡഡ് ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷനോട് കൂടിയ ക്ലാസ്സുകളാണ് IMS ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകരോട് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ക്ലാസ്സുകളിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് ബേസിക് മുതൽ തന്നെ എക്സാം വരെയും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു. മാത്രവുമല്ല, ഒരു പർട്ടിക്കുലർ പോർഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ പ്ലസ് MCQ റിവിഷൻ, മാത്രവുമല്ല 3000+ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബുക്ക്ലെറ്റ് എന്നിവ സൗജന്യമായി കൊടുക്കുന്നു. നിങ്ങളും ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം, IMSൻ്റെ ഭാഗമാകാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷമുള്ള 5 ജില്ലകളാണ്. കോട്ടയം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഇനി വരുന്ന വേക്കൻസികൾ ഏത് ടേണാണ്, ഏത് റിസർവേഷൻ കാൻഡിഡേറ്റ്സിനാണ് റൊട്ടേഷനിലൂടെ ജോലി ലഭിക്കുന്നത്, മാത്രവുമല്ല ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ്, ഏതിലേക്കാണ് അഡ്വൈസ് പോയത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കോട്ടയം ജില്ലയാണ്. ഇവിടെ കോട്ടയം ജില്ലയിൽ ഒരു ഫ്രഷ് വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 20/8/2025. അതിൻ്റെ പ്രൊസീജിയർ നടന്നു വരുന്നു. കൂടാതെ TPO നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താൽ ഇവിടെ 6 TPO ആണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. LC ഉണ്ട് 22 എന്ന ടേണിൽ, 24 SC, 26 മുസ്ലിം, 28 ഇഴവ, 30 മുസ്ലിം, 32 SC. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻസ് വന്നിരുന്നത് ഈ TPO എല്ലാം എടുത്തിട്ടാണോ OC എടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഒരു 4 വേക്കൻസിയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ വരികയാണെങ്കിൽ ഒരു OC എടുക്കും, അതിനുശേഷം ഒരു TPO, അതിനുശേഷം ഒരു OC, ഒരു TPO. പക്ഷേ നമ്മൾ 4 വേക്കൻസി വരുന്ന ആ ഒരു ജില്ലയിൽ നമ്മൾ അഡ്വൈസിൻ്റെ മെമ്മോയോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ആദ്യം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ 2 TPOയും അതിനുശേഷം 2 OCയും ആയിരിക്കും. പക്ഷേ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് 1:1 എന്നുള്ള പ്രപ്പോർഷനിൽ തന്നെയാണ്. 50% എന്നുള്ള ആ ഒരു റേഷ്യോയിൽ തന്നെയായിരിക്കും ഓരോ OC ആയാലും BC ആയാലും അവർ ആൾക്കാരെ എടുക്കുന്നത്. ഓക്കെ, ഇനി എറണാകുളം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് 3 ഫ്രഷ് വാക്കൻസി ആയിരുന്നു അവിടെ വന്നത്. 6/5/2025 6/5/2025. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന TPOയിൽ 2 TPOയും ഒരു OCയും ആണ് അപ്പോയിൻമെൻ്റ് ആയിട്ട് പോയിട്ടുള്ളത്. 38 കിടക്കുന്ന CUC നാടാർ അത് TPO പോയിട്ടുണ്ട്. അതുകൂടാതെ OBC 40 പോയിട്ടുണ്ട്. ഒരു OC വാക്കൻസിയും കൂടെ പോയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് നടന്നത് OC ആയിരുന്നു ഈ 3 ഫ്രഷ് വാക്കൻസിക്ക് മുന്നേ. അതുകൊണ്ടാണ് BC എടുത്തിട്ട് പിന്നെ OC പിന്നെ BC എടുത്തത്. അപ്പോൾ ഇവിടെ പറയുന്ന സീരിയൽ നമ്പർ 2 വരെയുള്ളത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സീരിയൽ നമ്പർ 3 മുതൽ 8 വരെയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 TPO ആണ് ഇനി പെൻഡിങ് കിടക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 42, 44, 46, 48, 50, 52. അപ്പോൾ 6 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 12 വേക്കൻസി വേണം. അതിൽ 12-ൽ 6 OC പോവുകയും ബാക്കി വരുന്ന 6 TPO ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഇടുക്കിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു NJD വാക്കൻസി ആയിരുന്നു 10/1/2025. ആ വാക്കൻസി എന്ന് പറയുന്നത് OC കാൻഡിഡേറ്റ്സിൻ്റെ വാക്കൻസി തന്നെയായിരുന്നു. അത് OC ആയിട്ട് തന്നെ 91ാമത്തെ ടേണ് ഉള്ള ആൾ കയറിയിട്ടുണ്ട്. ഓക്കെ, OC 91 ടേണ്. 3 TPO ആണ് പെൻഡിങ് കിടക്കുന്നത്, 86, 88, 90 എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് വാക്കൻസി വന്നു കഴിഞ്ഞാൽ OC BC എന്ന് പറയുന്ന ടേണിലായിരിക്കും ഇടുക്കി ജില്ലയിൽ നിന്ന് ഈ 3 TPOയും പോകുന്നത്. മൊത്തം 6 വേക്കൻസി വരണം ഈ 3 TPOയും പോകാനായിട്ട്. ഇനി തൃശ്ശൂർ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് വാക്കൻസിയാണ് അവിടെ 15/5/2025 വന്നിരുന്നത്.
അതനുസരിച്ച് അപ്പോയിൻമെൻ്റൊക്കെ നടന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് TPO പരിശോധിച്ച് കഴിഞ്ഞാൽ 4 TPO ആണ് പെൻഡിങ് കിടക്കുന്നത്. 20 വിശ്വകർമ്മ, 22 LC, 24 SC, 26 മുസ്ലിം. അപ്പോൾ 8 വേക്കൻസികൾ വരണം. ഈ 4 സാറ്റിസ്ഫൈ ചെയ്യാൻ OC BC എന്ന് പറയുന്ന ടേണിലായിരിക്കും ഇത് പോകേണ്ടത്. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാവരും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു, OC എടുക്കാതെ TPO മാത്രമാണോ വേക്കൻസി വന്നാൽ എടുക്കുന്നത്? അങ്ങനെയല്ല. OC BC എന്ന് പറയുന്ന ഒരു പ്രപ്പോർഷൻ 1:1 എന്നുള്ള പ്രപ്പോർഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ 3 വേക്കൻസിയാണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് വിളിച്ച് നിർത്തിയിരിക്കുന്നത് BC ആണെങ്കിൽ, ശ്രദ്ധിക്കുക, ലാസ്റ്റ് വിളിച്ച് നിർത്തിയിരിക്കുന്നത് BC ആണ്. അതായത് ഏതെങ്കിലും ഒരു റിസർവേഷൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വേക്കൻസി ഫ്രഷ് വന്നു കഴിഞ്ഞാൽ 2 OCയും 1 റിസർവേഷൻ കാൻഡിഡേറ്റിനെ എടുക്കുകയുള്ളൂ. കാരണം എപ്പോഴും OC എന്ന് പറയുന്നത് ഈക്വലോ അല്ലെങ്കിൽ ഒന്ന് കൂടിയോ നിൽക്കണം. ക്ലിയർ. ഇനി പാലക്കാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫ്രഷ് വേക്കൻസിയാണ് അവിടെ വന്നത്. 14/2/2025. കുറച്ച് നാളുകളായി പാലക്കാട്, തൃശ്ശൂരൊക്കെ പറയുന്നത് കൂടുതൽ വേക്കൻസികൾ വരുന്ന ജില്ലകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു വേക്കൻസി 14/2/2025. നമുക്ക് 4 TPO ആണ് ഇവിടെ പെൻഡിങ് കിടക്കുന്നത്. 10 OBC, 12 SC, 14 ഈഴവ, 16 മുസ്ലിം. അപ്പോൾ ഇവിടെ 4 വേക്കൻസികൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 8 ടോട്ടൽ വേക്കൻസികൾ വരണം OC BC ടേൺ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഇനി നമുക്ക് ഇപ്പോൾ 5 ജില്ലകൾ പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കി ജില്ലകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം മറക്കരുത്, റിസർച്ച് ഓഫീസർ എന്നുള്ള ജോലിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് IMS ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരിശോധിക്കാം. കഴിഞ്ഞ എക്സാമുകളിൽ തന്നെ PG എൻട്രൻസ്, റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ്, ഗ്രേഡ് 2 ഇതിലൊക്കെ മികച്ച റാങ്കുകൾ നേടി IMS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ളത് റിസർച്ച് ഓഫീസർ എന്ന് പറയുന്ന ഒരു എക്സാമാണ്. ഗസറ്റഡ് റാങ്കിലുള്ള ജോലിയാണ്. ആ ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. IMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് ഓഫീസറിൻ്റെ കോച്ചിങ്ങിനുള്ള അഡ്മിഷൻ നടന്നു വരുന്നു. എല്ലാവരെയും IMS ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.